നീളയിലെത്തിയിട്ട് 1 year ആയി. ഇന്ന് 1 year കംപ്ലീറ്റ് ആവണം. ഓക്കെ, നമ്മൾ രണ്ടുപേരും ഈ യാത്ര തുടങ്ങിയിട്ട് 1 year കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് ഗോപിയോട് ചോദിക്കാനുള്ള 1-2 കാര്യങ്ങളാണ്. അതിൽ മെയിനായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഗോപി കുറേ കുട്ടികളെ കണ്ടു, നീളയിൽ വന്നതിന് ശേഷം കുറേ ആളുകളെ കണ്ടു, കുറേ ട്രെയിനിങ് ചെയ്തു, കുറേ സെഷൻസിലിരുന്നു, ഒരുപാട് ആളുകളുടെ പ്രോബ്ലംസ് കേട്ടു, അതിനൊക്കെ സൊല്യൂഷൻസ് കൊടുത്തു. ഈ സൊല്യൂഷൻസും ഈ പ്രോബ്ലംസും ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഗോപിയുടെ ജീവിതത്തിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഗോപിയുടെ ഒരു ലൈഫ് ഗ്രോത്ത് മോൾഡ് ചെയ്യാൻ നീള എത്രത്തോളം ഗോപിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ദാറ്റ്സ് എ വെരി പേഴ്സണൽ ക്വസ്റ്റ്യൻ ടു മീ. ആൻഡ് നില ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഒറ്റ ആൻസറിൽ പറയാനാണെങ്കിൽ. കാരണം നമ്മൾ പഠിച്ചു വെച്ച ഒരു സൈക്കോളജിയാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെൻ്റെ 7ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു സൈക്കോളജി ഫീൽഡിൽ. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഒരുപാട് റോൾസ് കയറി ഇറങ്ങിപ്പോയി. ഒരു 5 വർഷത്തോളം ഒരു സ്റ്റുഡൻ്റായിട്ട് നിന്നു, ഒരു അധ്യാപികയായിട്ട് നിന്നു, ഒരു ഹാപ്പിനെസ് കോച്ചായിട്ട് നിന്നു, നിലവിലൊരു അക്കാഡമിക് കോർഡിനേറ്ററായിട്ട് നിൽക്കുന്നു. അപ്പം സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ പല വിധത്തിലുള്ള റോളുകൾ ചെയ്തു എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ നില എനിക്ക് തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു പക്ഷേ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിനേക്കാൾ ഉപരി ഞാൻ നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്നത് പേഴ്സണൽ ഗ്രോത്താണ്. പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ നോക്കിക്കാണുന്ന രീതി, നമ്മൾ ഒരാളെ ജഡ്ജ്മെൻറ്റിലില്ലാതെ ഒരു മനുഷ്യനായി തന്നെ അയാളുടെ ഏറ്റവും ചെറിയ കുറവുകൾ തൊട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ വരെ ജഡ്ജ്മെൻറ്റിലല്ലാതെ നോക്കിക്കാണാൻ പറ്റുന്ന വളരെ പച്ചയായ ഒരു മനുഷ്യനുണ്ടാവുമല്ലോ, അതെനിക്കൊരു നേട്ടമായിരുന്നു. കാര്യം നമ്മൾ പലപ്പോഴും പഠിച്ച തിയറീനെ ബേസ് ചെയ്തിട്ടൊക്കെ ആളുകളെ നോക്കാറുണ്ട്. അതിനകത്ത് ആട്രിബ്യൂഷൻ തിയറി കയറി വരും, അതിനകത്ത് പേഴ്സണാലിറ്റി കയറി വരും, അതിനകത്ത് സൈക്കോപത്തോളജി കയറി വരും. ഇങ്ങനെ വരുന്ന ഒക്കെ സിറ്റുവേഷനിൽ നിന്ന് ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് ഐ കൻ സേ മൊറലെസ് ഒരു ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ ആളുകളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, അവരെ അങ്ങനെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ആ ഒരു പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ടുള്ള, ഒരു ക്ലയൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പലപ്പോഴും മൊറാലിറ്റി ബേസ് ചെയ്ത് നമ്മൾ എത്രയൊക്കെ ജഡ്ജ്മെൻറ്റിലല്ല എന്ന് പറഞ്ഞാലും പല ക്ലയൻസിനെയും കുഞ്ഞുങ്ങളെയും കാണുമ്പോഴേക്കും പലപ്പോഴും മൊറാലിറ്റി കയറി വരാറുണ്ട്. എന്തിനാ അവർ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഇങ്ങനെ ഈ തിയറി അനുസരിച്ച് ഇത് ഇങ്ങനെയല്ലേ വരണ്ടേ, ഇവർക്ക് ഇന്ന അസുഖമല്ലേ, ഇവർക്ക് ഈ കാര്യങ്ങളല്ലേ, അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യണേ എന്നൊക്കെ റിയാക്ട് ചെയ്യും. ലൈക്ക് ഇതാണ് അവർക്ക് വേണ്ടെങ്കിൽ നമ്മൾ എന്തിനത് നേടിക്കൊടുക്കണം എന്നൊക്കെയുള്ള വളരെ തെറ്റായ ധാരണകളിൽ നിന്നും ഒരു വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒരു വ്യക്തിക്ക് വേണ്ടുന്ന രീതിയിൽ മെൻറ്ററിങ് കൊടുക്കാൻ ഞാൻ പഠിച്ചത് നിലയിൽ നിന്നാണ്. തിയറി എല്ലാം മാറ്റിവെച്ച് അതിൻ്റെ ഇതുവരെയുള്ള സ്റ്റഡീസിനെ എല്ലാം തള്ളിക്കളയാതെ ഒപ്പം അതിനെ അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം ഒരു വ്യക്തിയായി കാണാൻ പഠിച്ചത് നിലയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ടുള്ളത്. 2, നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫിലുള്ള ഒരു ആപ്ലിക്കബിലിറ്റി ഉണ്ടല്ലോ. പലപ്പോഴും നമ്മൾ മെൻറ്ററിങ്, കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വർക്ക് എൻവയൺമെൻറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വർക്ക് എൻവയൺമെൻറ്റിലാണ് ഞാൻ നിലവിൽ നിൽക്കുന്നത്. ഒരു കൗൺസിലറിൻ്റെ റോള് 45 മിനിറ്റിൽ മാത്രം തീരുന്നു എന്ന് കരുതിയ എന്നിൽ നിന്ന് ഒരു കൗൺസിലിംഗ് സെഷൻ 45 മിനിറ്റിൽ ഒതുക്കാൻ പറ്റുന്നതല്ല എന്നും അവർക്ക് ബിയോണ്ട് ജസ്റ്റ് എ സെഷൻ അതിൻ്റെ ഫോളോ അപ്പ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നും ഞാൻ പഠിച്ചത് നിലയിൽ നിന്നാണ്. ഇത് രണ്ടും ഇനി എങ്ങനെ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് നോക്കി കാണുമ്പോൾ കുറച്ചുകൂടെ കാമായിട്ട്, കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഫൊർഗീവ് ചെയ്യാനും, ആളുകളെ മനസ്സിലാക്കാനും, ആളുകളെ അക്സെപ്റ്റ് ചെയ്യാനും, കൂടുതൽ ആളുകളിലേക്ക് എത്താനും, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആവാനും നില ഹെൽപ്പ് മീ. So that's a most simplest answer to it. So for you also എനിക്ക് തോന്നുന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ് ദിൽഷാദ് ഇരിക്കുന്നതെന്നാണ്. കാര്യം ഒരു അച്ചീവ്മെൻറ്റ്സോട് കൂടിയ ഒരുപാട് കാര്യങ്ങളിൽ എന്താ പറയുക വിജയം കൈവരിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 1 year in your life, both for നില ആൻഡ് in your personal life. അങ്ങനെയുള്ളൊരു ഈ ഒരു വർഷത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തോന്നിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? അച്ചീവ്മെൻറ്റ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ വലിയ അച്ചീവ്മെൻറ്റ്സിനോടൊപ്പം തന്നെ മനസ്സിനോട് ചേർക്കുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഗോപി ചോദിച്ച ചോദ്യത്തിന് അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്തിയത് തന്നെയാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നത്.
അതിന് കാരണങ്ങളുണ്ട്. കാരണം PG കഴിഞ്ഞ ഉടനെ ഞാൻ എടുത്തൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഐ നീഡ് എ ബ്രേക്ക്. പഠനത്തിൽ നിന്നും ജോലി നിന്നും എല്ലാത്തിനും എനിക്കൊരു വർഷത്തെ ബ്രേക്ക് വേണം. അപ്പോൾ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും നല്ല കംഫർട്ട് സോണിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ വീട്, എൻ്റെ വീട്ടിലെ ഫുഡ്, എൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ട്, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ ഏറ്റവും നല്ലൊരു കംഫർട്ട് സോണിൽ. അങ്ങനെ ഏറ്റവും നല്ല കംഫർട്ട് സോണിൽ എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പ്ലേസായ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കുറിച്ച് കേൾക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ലിങ്ക് ആയിരിക്കും, എനിക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടതിൽ നിന്ന് അടുത്തൊരു പ്രിയപ്പെട്ട സ്ഥലത്തേക്കുള്ളൊരു യാത്രയായിരിക്കും ചിലപ്പോൾ, അത് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് നിങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. നിങ്ങളയിൽ ആദ്യമായി ഞാൻ ഇൻ്റർവ്യൂ എന്ന് വരുന്ന സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞാൻ വന്ന സമയത്ത് നല്ല മഴയാണ്, കോരിച്ച് വരുന്ന മഴ, റെഡ് അലേർട്ട്, അത്രയ്ക്ക് മഴയാണ്. ആ മഴയത്ത് ഞാൻ നേരെ ചെന്ന് ഇറങ്ങുന്നത് സെലീന മാമിൻ്റെ മുന്നിലാണ്. അത് ഡയറക്ടറാണോ എന്താണെന്നൊന്നും അറിയാതെ നേരെ മാമിൻ്റെ മുന്നിലാണ് ഇറങ്ങുന്നത്. അന്ന് മാം കൈ ഒപ്പം പിടിച്ച് കൂടെ കൂട്ടിയതാണ്. ഇപ്പം ഇന്ന് ഞാൻ 1 ഇയർ കംപ്ലീറ്റ് ആയി ഞാൻ നിളയിൽ നിൽക്കുമ്പോൾ കുറേ ആളുകളെ കാണാൻ പറ്റിയിട്ടുണ്ട്, കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു നിളയുടെ മാം പറയുന്ന പോലെ മെയിൻ പില്ലറാണെന്ന് പറഞ്ഞാണ് മാം പരിചയപ്പെടുത്തുമ്പോൾ നല്ല പ്രൗഡ് മൊമെൻ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഫുട്ബോൾ കളിച്ചിരുന്ന് മലപ്പുറത്ത് മാത്രം കുറച്ച് ആളുകൾ മാത്രം പരിചയപ്പെട്ട് ഇരുന്നതിന് ഒരാൾ ട്രിവാൻഡ്രത്തായാലും കൊല്ലത്തായാലും കേരളത്തിലുടനീളം, അതിപ്പോൾ പുറത്തുനിന്നുള്ള ക്ലയൻസ് വരുമ്പോൾ അവിടെ ആയാലും നിളയുടെ ഒരു മെയിൻ പാർട്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഫീൽസ് വെരി ഹാപ്പി. അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് ഞാൻ കണക്കിലെടുത്തുന്നത് ഇപ്പോൾ ഞാൻ ഈ ക്യാമറയുടെ മുന്നിലിരുന്ന് ഗോപിയോട് ഇരുന്ന് സംസാരിക്കുന്നത് പോലും എൻ്റെ ഒരു അച്ചീവ്മെൻറ്റാണ്. കാരണം പ്രീവിയസ് ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ആളുകളായിട്ട് കൂടുതൽ അങ്ങനെ ഒരു കണക്ഷൻ, എനിക്കങ്ങനെ കണക്ഷൻ വേണമെന്ന് തോന്നിയിട്ടില്ല, അങ്ങനെ ബിൽഡ് ചെയ്യില്ല. നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നല്ലൊരു കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ അതിൽ ഒതുങ്ങി കൂടിയിരുന്നൊരു ടൈം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് യാത്രകൾ പോകും. അപ്പോൾ യാത്രകളിൽ നിന്ന് കിട്ടുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ട്രെയിനിങ് പാർട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മെൻറ്ററിങ് പാർട്ടിലേക്കോ ഒക്കെ എത്തിച്ചത് നിളയാണ്. എന്നെ അവിടുന്ന് അപ്ലിഫ്റ്റ് ചെയ്തത് നിളയാണ്. ഇപ്പോൾ എന്നിലൊരു ട്രൂ ലീഡറെ പുറത്തേക്ക് കൊണ്ടുവന്നത് നിളയാണ്. ഇപ്പോൾ ഗോവിത്തിന് പോലുള്ള ക്യാമ്പുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ കണ്ണീരോട് വരുന്നു, അവർ ചിരിച്ച് സന്തോഷത്തോടു കൂടി ആ കണ്ണീരെല്ലാം തുടച്ച് മാറ്റി പോകുമ്പോൾ നമ്മൾ അത്രയും ദിവസം നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ വിൽ ഫീൽ ഹാപ്പി, വെരി ഹാപ്പി. കാരണം എന്താ വെച്ചാൽ അത്രയും ആളുകൾ കരഞ്ഞ് ചിരിച്ച് പോകുമ്പോൾ അതിൻ്റെ എന്തോ ഒരു ഇത് നിളയിലുണ്ട്. ആ ഗ്രോത്ത്, ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നമുക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നിളയിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു ഫോഴ്സ് നമ്മളെ ഫ്രണ്ടിലേക്ക് ഗ്രോത്തിന് വേണ്ടി ഗൈഡ് ചെയ്യുന്നു എപ്പോഴും ഒരു തോന്നലും പിറകിലുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ഞാൻ കാണുന്നത് നിള ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിയും 10x ഗ്രോത്ത് ചെയ്യുമ്പോൾ ആ നിള വളർന്നത് ദിൽഷാദിലൂടെയാണ്, അല്ലെങ്കിൽ ആ നിള വളർന്നത് ഗോപികളിലൂടെയാണ്, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിലിരിക്കുന്ന ഫഹീമിലൂടെയാണെന്ന് പറയുന്നത് ഈ ടീമിലൂടെയാണ് നിങ്ങൾ ഇത്ര എത്തിയെന്ന് പറയുന്ന ഒരു ആ അച്ചീവ്മെൻ്റാണ് ഇപ്പോൾ ഞാൻ നോക്കി കാണുന്നത് ഫ്യൂച്ചറിലേക്ക്. അച്ചീവ്മെൻറ്റ് ഞാൻ ചോദിച്ചു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. അപ്പം ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു അപ്കമിങ് മെൻറ്റർ എന്ന നിലയിലും ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഒക്കെ ഒരു പക്ഷേ മുമ്പിൽ വരുന്ന ആളുകളുടെ അടുത്ത് വേണ്ട രീതിയിൽ ഒരു മറുപടി പറയാൻ കഴിയാതെ വരികയോ പേഴ്സണലായിട്ടുള്ള ബാരിയേഴ്സ് കൊണ്ടിട്ട് ചിലപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവുകയോ തുടങ്ങി ഒരുപാട് ചലഞ്ചസിനുള്ള സാധ്യതകളുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ വരുന്ന ഈ ചലഞ്ചസിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്താണ്? ആൻഡ് ഓൾസോ എങ്ങനെയാണ് ലൈക്ക് യുനോ ആസ് എൻ അഡ്വൈസ് മേ ബി ഹൗ ഡു യു ടെൽ ഹൗ ഡു അഡ്രസ് ദാറ്റ് ചലഞ്ചസ്? ഇപ്പം ഒരുപാട് ഫ്രഷേഴ്സ് നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി സോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന കാര്യമാണ് എന്തുമാത്രം കുട്ടികൾ വരുന്നുണ്ട്, പക്ഷെ വൈ വി ആർ നോട്ട് ഏബിൾ ടു ബ്രിങ് ദം ഇൻ ടു അവർ ഫാമിലി. അപ്പം അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ ആസ് എ പേഴ്സൺ ഹൂ ഈസ് among the leader of this organization, of this company, what are the biggest challenges you are facing and how you are addressing those challenges and what is the advice? ഓക്കെ, ചലഞ്ചസ് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ഫ്രഷർ എന്നുള്ള രീതിക്ക് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പുറമെ മലപ്പുറം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കൾച്ചറാണ് എനിക്ക് ഫീൽ ചെയ്തത്.
അപ്പോൾ ഞാൻ ഇന്ന് വന്നിരുന്ന ഒരു കൾച്ചറിൽ നിന്ന് ഞാൻ പുതിയൊരു എൻവയോൺമെൻറ്റൽ കൾച്ചറിലേക്ക് മാറുമ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് എനിക്ക് തുടക്കത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. വൈ പീപ്പിൾസ് ആർ ലൈക്ക് ദിസ്. ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷേ മേ ബി ഐ എം ജഡ്ജ്മെൻറ്റിൽ ആയതുകൊണ്ട് എന്താ എനിക്കറിയില്ല. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. എന്താണ് ഈ ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത്? മലപ്പുറത്ത് എനിക്ക് അങ്ങനെ ഒരു റിസപ്ഷൻ അല്ലല്ലോ കിട്ടുന്നത്. ട്രിവാൻഡ്രത്ത് എന്തുകൊണ്ട് റിസപ്ഷൻ ഇങ്ങനെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ആദ്യം. എല്ലാ ആളുകൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇനിയിപ്പോൾ എവിടെയുള്ള ആളുകളാണെങ്കിലും ഒപ്പം നിന്ന് സംസാരിക്കുമ്പോൾ ഒരുപാട് കഥകൾ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ചലഞ്ചസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ലാംഗ്വേജ് എനിക്കൊരു ബാരിയറാണ്. ചില സമയങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടാറില്ല. പിന്നെ PG പഠിച്ചു, ഡെസർട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു, തിയറി പഠിച്ച് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ PGയിൽ ഡെസർട്ടേഷനിലും ഈ ഇൻറ്റേൺഷിപ്പിൽ കണ്ടുവന്നില്ല ലൈഫ്. അതെനിക്ക് മനസ്സിലായത് നിങ്ങളിൽ വന്നപ്പോൾ. കാരണം മെൻറ്ററിങ്, പിന്നെ അതുപോലെ ട്രെയിനിങ്, ആളുകളെ മനസ്സിലാക്കൽ, കൗൺസിലിങ് സെഷൻസ്, ഇതെല്ലാം നമ്മൾ തിയറി പേപ്പറിൽ പഠിക്കുന്നതിൻ്റെ അതിൻ്റെ അപ്പുറത്തേക്കാണ് ആളുകളുടെ പ്രശ്നങ്ങൾ. ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ആളുകളില്ല എന്നാണ് ഇപ്പോൾ അവരുടെ മെയിൻ ഇഷ്യൂസ്. അതായത് ഓരോ മയത്തുള്ളി പോലെ സെഷൻസ് നടത്താനും കൗൺസിലിംഗ് സെൻറ്റേഴ്സും എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ പ്രോബ്ലം എന്താണെന്ന് നോക്കി അറിഞ്ഞിട്ട് അത് ഗ്രാസ്പ് ചെയ്തെടുക്കുന്ന സെഷൻസ് ഇല്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് ക്ലയൻസ് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 8-10 സൈക്കോളജിൻ്റെ അടുത്ത് പോയി, ഇത് 9th എൻ്റെ ഒരു ട്രൈ മാത്രമാണ്, നിങ്ങളെ എൻ്റെ ഒരു ലാസ്റ്റ് ട്രൈ, ഒരു ലാസ്റ്റ് ഹോപ്പാണ്. നമ്മൾ ടാഗിൽ തന്നെ ഹോപ്പ്, ഹാപ്പിനെസ്, ഹാർമണി എന്നാണ്. ആ ഹോപ്പ് നമ്മളെപ്പോഴും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോപ്പിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ഹോപ്പിലേക്ക് ആളുകളെ എത്തിക്കുന്നത് ചിലപ്പോൾ അവയർനെസ് ഇല്ലായ്മ കൊണ്ടായിരിക്കും, അവർക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം 8-9 സൈക്കോളജിനെ കണ്ടെന്ന് പറയാൻ ആൾ അത്രയും സഫർ ചെയ്യണം, അത്രയും കാലം അയാൾ സഫർ ചെയ്യണം. അപ്പോൾ അത് എൻ്റെ മാത്രമേ ചലഞ്ചല്ല, സൈക്കോളജി ഫീൽഡിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും ചലഞ്ചാണ്. ഒരു പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. കാരണം നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ച ആളുകളുടെ മൈൻഡ് സെറ്റ് അല്ല ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ആളുകൾക്ക് വരുന്നത്. നമ്മൾ ഓരോ കേസസ് എടുക്കുമ്പോൾ നമ്മൾ തന്നെ ഓക്കെ ഐ ഹാവ് ടു സ്റ്റഡി സം മോർ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. കാരണം അത്രയും ആളുകളുടെ ഇഷ്യൂസ് അങ്ങനെ അത്രത്തോളമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അവയർനെസ് ഉണ്ടായിരിക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം ചെയ്യാനുള്ളത്. രണ്ടാമത് ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കുക. ഇപ്പോൾ പഠനങ്ങൾ, റിസർച്ചുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിസർച്ചുകൾ കണ്ടെത്താൻ, നമ്മൾ റിസർച്ചുകൾ ചെയ്യുക. കാരണം ഹ്യൂമൻ ബിഹേവിയർ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഓരോ ഇത് വരുമ്പോഴും ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ബിഹേവിയറൊക്കെ മാറിക്കൊണ്ടിരിക്കുക, ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ബുക്കുകളൊക്കെ പഠിക്കാത്ത ക്യാരക്ടേഴ്സ് നമ്മളിപ്പോൾ കാണേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ഇൻപുട്ട് ഇട്ട് പഠിക്കുക. പിന്നെ പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. 1 year ഒപ്പം ഗോപിയുടെ ഒപ്പം കൊളീഗ് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ ഗോപി ഒരു ആളെ കാണുമ്പോഴോ, അല്ലെങ്കിൽ ഒരു മൂവി കാണുമ്പോഴോ, അല്ലെങ്കിൽ ഒരു റിസർച്ച് പേപ്പർ കാണുമ്പോഴോ, ഇനി ഒരു പൂച്ചയെ കാണുമ്പോഴോ, അല്ലെങ്കിൽ ഒരു എന്ത് കാണുമ്പോഴോ ഗോപി അതിലൊരു സൈക്കോളജി കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു മൂവി ടൈമിൽ ഇപ്പോൾ നമ്മൾ കൊളീഗ്സ് എല്ലാവരും കൂടി ഒരു ഫിലിം കാണാൻ പോവുകയാണെങ്കിൽ ഗോപി സെർച്ച് ചെയ്യുന്നത് ഇതിൽ എന്ത് റിസർച്ച് ടോപ്പിക് എടുക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് മൂവി ഇത്ര അഗ്രഷൻ വന്നു, അങ്ങനെയാണ് ഗോപി കാണുന്നത്. അതെന്തുകൊണ്ടായിരിക്കും എല്ലാത്തിലൊരു സൈക്കോളജി കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ കാണാനോ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? Truly, like, you know, it really hit me here very genuinely, and really thank you for the question. എനിക്ക് it's very personal, though I feel I'm stammering also for that particular question. സൈക്കോളജി എന്ന് പറയുന്നത്, ഞാൻ അതിൽ എന്നാ പറയുന്നത്, ഒരു വലിയ കടലിൻ്റെ ഒരു ഇച്ചിരി അറ്റത്ത് മാത്രം നിൽക്കുക. പക്ഷെ അതിവിടെ ഇരിക്കുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ സൈക്കോളജി പഠിക്കുന്നത്, ഇപ്പം ഞാൻ സൈക്കോളജിയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും സൈക്കോളജി അത്രയും ഇഷ്ടപ്പെട്ട് പഠിച്ച ആളാണ് ഞാൻ. അത്രയും അതിനകത്തൊരു പക്ഷേ ഒരു ലൈഫ് ഉള്ളത് കൊണ്ടാവാം, അതിനകത്ത് ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു I'm an artist, I'm a person who write, I'm a person who ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും ഫിറ്റിനായിട്ടുണ്ടായിരുന്ന ഒരു കരിയർ, എൻ്റെ കരിയറായിട്ട് പോലും എനിക്കതിനെ പറയേണ്ട കാര്യമില്ല. ദാറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് മൈ പാർട്ട് ഓഫ് മൈ ലൈഫ്.
ഓക്കെ. ഇപ്പം സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിച്ചാലും ഇല്ലെങ്കിലും ഒരുപക്ഷെ ഞാൻ അങ്ങനെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നത്, ഈ മൂവി ആസ് യു നോ ലൈക്ക് ഇതിങ്ങനെയല്ലേ ഇതിനകത്തൊരു സ്റ്റോറി പോണേന്ന് എപ്പോഴും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അമ്മ റാഷണൽ തിങ്കർ. ഓക്കെ. അപ്പോൾ ആ റാഷണൽ തിങ്കിങ്ങിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ് സൈക്കോളജി. ഇപ്പോൾ ഒരു ബയോളജി പഠിക്കുന്നതിലും കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ പഠിക്കുന്നതിലൊക്കെ ഉപരി ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നതിലെ റാഷണാലിറ്റി എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആൻഡ് അറ്റ് ദിസ് വെരി മൊമെൻറ്റ് ഐ റിയലി വോണ്ടഡ് ടു താങ്ക് മൈ ഫാമിലി ഓൾസോ. കാര്യം ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം എന്നെ അത്തരത്തിൽ മോൾഡ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി മൈ ഫാദർ, ലെറ്റ് ഇറ്റ് ബി മൈ മദർ, ലെറ്റ് ഇറ്റ് ബി മൈ ബ്രദേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, എൻ്റെ കസിൻ, വരുന്ന എല്ലാ ആളുകളും തന്ന അനുഭവങ്ങൾ വളരെ ചെറുപ്പം തൊട്ടേ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിലും അറിയുന്നതിലും എനിക്ക് തന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. ആ ഒരു മോട്ടിവേഷനിൽ നിന്നാണ് സൈക്കോളജിയോട് ഇത്രയും ഇഷ്ടം ഉണ്ടാകുന്നത്. അതിലൊക്കെ ഉപരി ജീവിതത്തിൽ കടന്നു വന്ന ഒരുപാട് ആളുകൾ, ഐ എം വെരി താങ്ക്ഫുൾ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദം. അങ്ങനെ വന്ന ആളുകൾ എന്നെ കുറേയൊക്കെ നിർബന്ധിതയാക്കി എന്ന് തന്നെ വേണം പറയാൻ, സൈക്കോളജി പഠിക്കാനും സൈക്കോളജി കൂടുതൽ മനസ്സിലാക്കാനും, നമ്മൾ ആളുകളെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യേണ്ടത് എന്ന് പഠിക്കേണ്ടി വരുന്ന ഒരു വളരെ നിർബന്ധിതമായ ഒരുപാട് സാഹചര്യങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം മറ്റേ ഭൂലോകത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാത്തിലും ഒരു സൈക്കോളജി ഉണ്ട്. ഇപ്പം ലെറ്റ്സ് ഇപ്പം ഇരിക്കുന്ന ഈ ബൗളോട് വെക്കുന്നതിലൊരു സൈക്കോളജി ഉണ്ട്. നമ്മൾ ഇന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൽ ഞാൻ സംസാരിക്കുന്ന ടോണിലൊരു സൈക്കോളജി ഉണ്ട്. ഇതിലിരുന്ന് കേൾക്കുന്നതിലൊരു സൈക്കോളജി ഉണ്ട്. ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യനിലൊരു നിൻ്റെ അനലിറ്റിക്കൽ പാർട്ട് വരുന്ന ഒരു സൈക്കോളജി ഉണ്ട്. സൈക്കോളജി ഈസ് എവ്രിവെയർ. സൈക്കോളജി ഈസ് ദെയർ. സൈക്കോളജി വിൽ ബി ദെയർ. ആൻഡ് മറ്റ് സബ്ജക്റ്റ് നമുക്കങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പല സബ്ജക്ട്സിനെയും. പക്ഷേ എങ്കിൽ പോലും മാറി വരുന്ന ഒരു വേൾഡിൽ ഇവോൾവിങ് ആയിട്ടില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് മുമ്പ് വരെ പറഞ്ഞു പോസ്റ്റ് കോവിഡ് ചേഞ്ചസ് ഭയങ്കര ഭീകരമാണ്. അപ്പം പഠിക്കും തോറും അറിയും തോറും നമ്മൾ അറിഞ്ഞു വെച്ചതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന വളരെ ഇറ്റ്സ് വെരി അഡ്വെഞ്ചറസ്. ലൈക്ക് സൈക്കോളജി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വെഞ്ചറസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദിൽഷാദ് പറയാണ് മൂവി കണ്ടാൽ ഒരാൾക്ക് അഗ്രസീവ്നെസ് ഉണ്ടാവില്ല എന്ന് പറയുന്നിടത്ത് അപ്പുറത്തൊരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് വളരെ കൂളായിട്ട് പറയാം അങ്ങനെയല്ല, മൂവി കണ്ടാൽ അഗ്രഷൻ ഉണ്ടാവും. ഈ പറയുന്ന രണ്ട് കാര്യം രണ്ട് റിയമിൽ ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പം അത്രയും റാഷണലായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത് വളരെ അഡ്വെഞ്ചറസ് ആണ്. ഒരു പ്രോബ്ലം നമുക്ക് ഒരു നിധി കിട്ടുന്നത് പോലെയാണ് അതിൽ സൈക്കോളജിയിലെ പുതിയ ഇൻഫർമേഷൻ നമ്മൾ പഠിക്കുന്നത്, ഒരാളെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതിൽ. മോർ ദാൻ ദാറ്റ് സൈക്കോളജി എങ്ങനെയാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരാളെ നിർത്തേണ്ടടുത്ത് നിർത്താനും വേണ്ട ട്രെയിനിങ് കൊടുക്കാനും ഒരാളെ സപ്പോർട്ട് ചെയ്യാനും ഒരാളെ കൂടെ കൂട്ടാനും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനേക്കാൾ എംപത്തറ്റിക്കലി ഒരാളെ മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തൊരു സബ്ജക്റ്റ് എന്നുള്ള നിലയിൽ ഐ വിൽ കണ്ടിന്യൂ ടു ബി എ സൈക്കോളജി സ്റ്റുഡൻറ്റ്. അതിലെന്ത് റോളും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സൈക്കോളജി സ്റ്റുഡൻറ്റിൽ നിന്ന് മാറി ഒരു അധ്യാപിക ആയപ്പോഴും ഒരു കോച്ച് ആയപ്പോഴും ഒരു അക്കാഡമിക് കോർഡിനേറ്റർ എന്നുള്ള റോളിൽ നിൽക്കുമ്പോഴും ഐ എം സ്റ്റിൽ ദറ്റ് സെയിം സ്റ്റുഡൻറ്റ് who is more curious to know what psychology is excitedly keeping there. Yeah, that's it. ഇവിടെ നമ്മുടെ ഓഫീസ് ഫോൺ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പലപ്പോഴും ഓഫീസിലേക്ക് വരുന്ന കോളിൽ എല്ലാം തന്നെയും മാമിൻ്റെ വീഡിയോസ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ മാമിൻ്റെ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ വരുന്ന ഫോളോ അപ്പ് കോൾസ് ആയിരിക്കും. മാമിനോട് സംസാരിക്കാൻ വേണ്ടി മാമിൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം, ഒരു സെഷൻ വേണം എന്നൊക്കെ പറഞ്ഞു വരുന്ന കോൾസ് ആയിരിക്കും. അപ്പം ഇടയ്ക്കെങ്കിലും ഒരുപാട് ആളുകൾ മാമിൻ്റെ അടുത്ത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുമ്പോഴൊക്കെയും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഹൗ ഐ എം സോ പ്രിവിലേജ്ഡ് അല്ലേ. ഒരു ഗ്ലോബലി ആളുകൾ നോക്കിക്കാണുന്ന ഒരു ലീഡർ. നമ്മൾ നിള ഇത് 2-3 വട്ടം പറഞ്ഞു, പക്ഷേ വി ഡിഡ്ന്റ് ടോക്ക്ഡ് അബൌട്ട് ദ ഫേസ് ബിഹൈൻഡ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഓക്കെ, ആ മാമിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഇപ്പോൾ ഇതിൽ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഫുട്ബോൾ
ഗ്രൗണ്ടിൽ കളിച്ചു നിന്നിരുന്ന ഒരാളിൽ നിന്ന് നിളയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രൗഡ് ഫീലിംഗ് പോലെ തന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഒരുപാട് ആളുകൾ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ കൂടെ ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയം ചെലവഴിക്കുക. കഴിഞ്ഞ 365 ദിവസങ്ങളിൽ ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്ന് കരുതുന്ന ആളുകളേക്കാൾ കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത് ഒരുപക്ഷെ മാമിൻ്റെ കൂടെയാണ്. മാമിൻ്റെ we were part of her life and profession, Nila, her breath, everything. So I feel that it's more or less my privilege that I'm having her as my mentor. പക്ഷെ ഞാൻ ഇന്നലെ മാമിനോട് പറയുകയുണ്ടായി, to me, I was a bit romantically asking her, will you be my Plato? എന്നാണ് ചോദിച്ചത്. will you be my Plato എന്ന് ചോദിക്കുന്നതിന് എനിക്ക് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രേറ്റ് പെർഫെക്റ്റ് മെൻറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പ്ലേറ്റോൻ്റെയും ഗുരുവായിട്ടുണ്ടായിരുന്ന സോക്രട്ടസ്, ഇവർ രണ്ടും ഏറ്റവും ബെസ്റ്റ് പെയറാണെന്ന് അറിയപ്പെടുക. എന്നാൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വളരെ മെൻറ്റി ഒരു ഡിസിപ്പിൾ റിലേഷൻഷിപ്പാണ് പ്ലേറ്റോവും അരിസ്റ്റോട്ടിലും തമ്മിലുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ മാമിന് ഇങ്ങനെ മെസ്സേജ് അയക്കുകയുണ്ടായി, വിൽ യു ബി മൈ പ്ലേറ്റോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഇൻഡിപെൻഡൻസിന് എനിക്ക് പോകാൻ കഴിയുന്ന, എന്നാൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, എൻ്റെ അഭിപ്രായങ്ങളെ അത്രയും വ്യക്തിപരമായി തന്നെ മാനിക്കുന്ന, ഒരു പ്രായഭേദമന്യേ എൻ്റെ വാക്കുകളെ ഒരു ഉപദേശം എന്നോണം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് സജഷൻ എന്നോളം ഒപ്പീനിയൻ എന്നോളം കേൾക്കുക മാത്രമല്ല അതിനെ ബഹുമാനിക്കുന്ന, അത് പലപ്പോഴും അത് ശരിയാണെന്ന് തോന്നുമെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന ഒരു മെൻറ്റർ. പലപ്പോഴും ഞാനാണ് ശരി എന്ന് പറയുന്നിടത്തു നിന്നും നിങ്ങൾ കൂടി പറയൂ, ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറയുന്ന ഒരു മെൻറ്റർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഹൈ പ്രിവിലേജാണ്. ഒരുപക്ഷെ എൻ്റെ ചോദ്യം എത്രയും നീണ്ടു പോകുന്നത് പോലും as you might know. So my question to you goes like this. ഇതാണ് എൻ്റെ privilege for having her. What is your privilege when you think about that person, your dearest mentor? ഓക്കെ, ഇതിലുള്ള ഉത്തരം പറയുമ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാമിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 1 ഇയർ ഇപ്പോൾ മാമിനിപ്പോൾ നിന്ന് പരിചയത്തിൽ ഞാൻ പറയുന്നത് മാം അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാമിനെ കുറിച്ച് പറയുന്നില്ല, നിളയെ കുറിച്ച് പറഞ്ഞു കേൾക്കാൻ. കാരണം മാമിൻ്റെ ലൈഫ് ഇട്ടത് നിളയിലാണ്. മറ്റെന്തിനേക്കാളും മാം കൺസിഡർ ചെയ്തതും നിളയാണ്. അപ്പോൾ നിളയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാനും പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു കോരിച്ചൊരിയുന്ന മഴയത്ത് ഞാൻ ഇവിടെ വന്ന് കയറുമ്പോൾ എനിക്കറിയില്ല ഇത് ഇങ്ങനൊരു മെൻറ്റർ എൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ് ആവുമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു മെൻറ്റർഷിപ്പിലേക്ക് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒന്ന് ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം, അങ്ങനെ ഒരു കൺസെപ്റ്റ് എനിക്ക് അതിന് മുന്നേ ഇല്ല. ഒരു മൈൻഡ്ഫുൾനെസ് എന്നുള്ള കൺസെപ്റ്റ് പോലും എനിക്ക് അതിന് മുന്നേ എൻ്റെ കയ്യിലില്ല, ഒരു മെൻറ്റർ എന്നുള്ള കൺസെപ്റ്റ് പോലും. ഞാനിവിടെ വന്ന് കയറുമ്പോൾ അന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് ഞാൻ ചെയ്യാൻ പോണത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ജോലിക്ക് വന്നു, സാലറി കിട്ടും, അതിന് എനിക്ക് ലൈഫിൽ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി യാത്രകൾ പോകണം, എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, കുറച്ച് പെറ്റ്സ് കാര്യങ്ങൾ, അങ്ങനെ എൻ്റെതായ ഒരു ലോകമാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ജോലി ചൂസ് ചെയ്ത് വരുന്നത്, സാലറി അതന്നെ മെയിൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ നിളയിലേക്ക് എത്താണ്. നിളയിലേക്ക് എത്തി മാമിൻ്റെ കൂടെ 1 മന്ത് 2 മന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഞാൻ ഉണ്ടാവേണ്ട സ്ഥലം ഇത് തന്നെയാണ്. ഞാൻ എത്തിയത് കറക്റ്റ് സ്പോട്ടിലാണ്. ഞാൻ എത്തേണ്ടിയിരുന്ന സ്ഥലത്ത് കുറച്ച് ഞാൻ നേരത്തെ എത്തേണ്ടതായിരുന്നു, പക്ഷേ നേരത്തെ കുറച്ച് ലേറ്റായി. ബട്ട് എൻ്റെ ഈ ഒരു 24 ഇയേഴ്സ് ഓഫ് ഏജിൽ എൻ്റെ പല ഫ്രണ്ട്സിനും എൻ്റെ ഒരേ ഏജുള്ള ആളുകൾക്കും കിട്ടാത്ത കുറേ ബെനിഫിറ്റ്സ് എനിക്ക് ഇവിടുത്തെ കിട്ടി. അപ്പോൾ ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ. കാരണം ഈ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടുന്ന അറിവ് എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പോഷറാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ 24 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളോ വർക്ക് ചെയ്യുന്നതല്ല മെൻറ്റേഴ്സായി കാണുന്ന ആളുകൾക്കോ ചിലപ്പോൾ അവരെ പല കാലത്തും ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പ്രോബ്ലംസ് വന്ന് പറയുന്നത് എന്നോടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എൻ്റെ മെൻറ്ററുടെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ അതിന് എനിക്കൊരു സൊല്യൂഷൻ ഉണ്ട്, എനിക്കൊരു ഗൈഡൻസ് ഉണ്ട്. ആ ഗൈഡൻസിൻ്റെ കാരണം എന്ന് പറയുന്നത്
എൻ്റെ വയസ്സ് 24 വർഷമാണെങ്കിൽ ആ 24 വർഷം ഈ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ്. സൈക്കോളജി എന്ന ഫീൽഡിൽ ആളുകളുടെ സോഷ്യൽ സർവീസിന് വേണ്ടി മാത്രം ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ ആൾ കൂടെ നേരത്തെ ഗോപി പറഞ്ഞു വരുന്ന വി ആർ പ്രിവിലേജ്ഡ്. നമ്മളെ ലൈഫിൽ ഒട്ടുമിക്ക പാർട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യണത് ആ ആളൊപ്പം, ആ ആളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു ഓറയുള്ള ഒരു ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ആളുടെ ഓറ നമ്മളിൽ എപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെൻ്റെ ഗ്രോത്ത് കൂടിക്കൊണ്ടിരുമ്പോൾ നമ്മളും ഗ്രോ ആവുമെന്ന് പറയാനുള്ള കാരണം അതാണ്. ആ ഓറ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് വരുന്ന ഓരോ ക്ലയൻസും മാമിനെ കാണുന്നത് പോലെ നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ 24 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള മാമാണ്. അതിൻ്റെ പകുതി ഏജ് കാറ്റഗറി 24 ഉള്ള നമ്മൾ മാമിൻ്റെ അതേ ലെവലിൽ നിന്ന് കാണുമ്പോൾ മാമിന് സംസാരിക്കാൻ കിട്ടിയില്ലെങ്കിൽ കെൻ ഐ സ്പീക്ക് ടു ദിൽഷാദ് എന്ന് ചോദിക്കുമ്പോൾ അതാണ് മാമിൻ്റെ മെൻറ്ററിങ്. അങ്ങനെ നമ്മളെ വാർത്തെടുത്ത് ഒരു ഫ്രഷേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളായാലും അവരെ വാർത്തെടുത്ത് ഇന്ന് നമ്മൾ ഇതിങ്ങനെ സംസാരിക്കാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് മാമിൻ്റെ മെൻറ്ററിങ്, മാമിൻ്റെ ഗൈഡൻസ്. അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഗോപിയും ഇവിടെ വർക്ക് ചെയ്യുന്ന ആരായാലും താങ്ക്ഫുൾ ആയിരിക്കും. കാരണം ആ ഒരാളുടെ എക്സ്പീരിയൻസിൻ്റെയും ട്രെയിനിങ്ങിൻ്റെയും അത്രയും പാർട്ട് നമുക്ക് വേണ്ടി കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വർക്കിനായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്ററെ കിട്ടുമ്പോൾ നമുക്കിനെ തോന്നിപ്പോവും ഓക്കെ വി ക്യാൻ, ലൈഫിൽ നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ ഇനിയുണ്ട്. ഈ ഒരു 24 വർഷം നമ്മൾ ചെയ്തതല്ല, ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്കൊരു ഗൈഡൻസ്, ഒരു ലൈറ്റ് മുന്നിൽ കൊണ്ട് നടക്കുന്നത് മാം ആയിരിക്കും. ഇനി ആ ലൈറ്റ് മുന്നിൽ കൊണ്ട് നടക്കുന്ന മാമിൻ്റെ പുറകെ നടക്കുന്നില്ല, ആ ലൈറ്റ് മാമിൻ്റെ ഒപ്പം പിടിച്ച് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലൊരു പാർട്ടായിട്ട് നിങ്ങളതിൻ്റെ ഒപ്പം ഗ്രോ ചെയ്യണം, നിങ്ങളെ ഗ്രോ ചെയ്യണം, ഇപ്പോൾ ഉള്ളതിന് ഇരട്ടി. അപ്പോൾ അതാണ് ആ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്.